നമസ്കാരം. വീണ്ടും ഒരു രാമായണ മാസം കൂടി കടന്നു വരികയാണ്. കർക്കിടക തോണിയിലേറി വരുന്ന രാമായണ മാസം. ഈ രാമായണ മാസത്തിൻ്റെ പ്രാധാന്യം നാലമ്പലം തീർത്ഥയാത്രയും കൂടി ആയിട്ട് വരികയാണ്. നാലമ്പലം തീർത്ഥയാത്ര വ്യാപകമാകുന്നതോടുകൂടി രാമായണ മാസം വളരെയധികം പ്രശസ്തമായി തീരുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ നാലമ്പലങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിലും ഭാരതത്തിൻ്റെ വെളിയിലും തൃശ്ശൂർ ജില്ലയിലെ നാലമ്പലങ്ങൾ. അതുപോലെ ഇപ്പോൾ മലപ്പുറം ജില്ലയിലുണ്ട്, കോട്ടയം രാമപുരം കേന്ദ്രീകരിച്ചുണ്ട്, കണ്ണൂർ രാമപുരം കേന്ദ്രീകരിച്ചുണ്ട്, എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയ്ക്കടുത്ത മാമലശ്ശേരി രാമപുരം ക്ഷേത്രമുണ്ട്. ഇതൊക്കെയാണെങ്കിൽ തന്നെയും ഭരതക്ഷേത്രം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ വരുന്നത് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം. ഇത് മഹാകവി ചങ്ങമ്പുഴ പറഞ്ഞിട്ടുണ്ട്, കലയും കവിതയും കിരീടം ചൂടിയ ഇരിങ്ങാലക്കുട. അപ്പോൾ ഇരിങ്ങാലക്കുടയുടെ ചരിത്രപരമായ അതുപോലെ പൗരാണികമായ പ്രശസ്തി എന്താണെന്ന് ചോദിച്ചാൽ ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രമാണ്, ഭരതക്ഷേത്രമാണ്. ഒരുപാട് ചരിത്രം അതിൻ്റെ പിന്നിലുണ്ട്. അതുപോലെ തന്നെ ഐതിഹ്യപ്രകാരം ദാശരഥികളിൽ ഒരാളായിട്ടുള്ള ഭരതൻ നന്ദിഗ്രാമത്തിൽ ശ്രീരാമപാദുകവുമായിട്ട് പൂജ ചെയ്യുന്ന സ്ഥലം, പിന്നെ കുലീബിനി മഹർഷി യാഗം ചെയ്ത സ്ഥലം, നായ്വാരരുടെ ശ്രീരാമ പഞ്ചശതിയിലൊക്കെ അതിനെക്കുറിച്ചൊക്കെ വളരെ വിപുലമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇത്ര ചരിത്രപ്രധാനമായിട്ടുള്ളൊരു സ്ഥലം ഒരു പക്ഷേ കേരളത്തിൽ മറ്റൊന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അതുപോലെ ഇത്ര വിസ്തൃതിയുള്ള ഒരു ക്ഷേത്രം. മകയിരം തിരുനാൾ മാണിക്യൻ കേരളൻ തച്ചുടയ കൈമൾ ഭരിച്ച സ്ഥലം. അതിൻ്റെയൊക്കെ ചരിത്രത്തിലേക്ക് കടന്നാൽ ചട്ടമ്പിസ്വാമി പോലെയുള്ള ആൾക്കാരാണ് അതിൻ്റെ ചരിത്രം പറഞ്ഞിരിക്കുന്നത്. ചട്ടമ്പിസ്വാമികൾ, അദ്ദേഹത്തിൻ്റെ വത്സല ശിഷ്യനായ നീലകണ്ഠ തീർത്ഥപാദരൊക്കെ ഇരിങ്ങാലക്കുട കൊട്ടിലാക്കൽ ക്ഷേത്രത്തിൽ വന്ന് ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളെ ഇരിങ്ങാലക്കുടക്കാർ ഈ ചരിത്രത്തെക്കുറിച്ച് ഇത്രയധികം ബോധവാന്മാരാണ്. ക്ഷേത്രത്തിൻ്റെ ചരിത്രം, നാടിൻ്റെ ചരിത്രം. പക്ഷേ ഇരിങ്ങാലക്കുടയിൽ നിന്നും പുറത്തു വരുന്ന ആൾക്കാർ, പ്രത്യേകിച്ചും രാമായണ മാസക്കാലത്ത് വരുന്ന ആൾക്കാർ ഇതിൻ്റെ ചരിത്രം ഐതിഹ്യം അന്വേഷിക്കുമ്പോൾ ഒരു പുസ്തകത്തിൻ്റെ ആവശ്യം ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ നാലമ്പലങ്ങളെക്കുറിച്ചൊക്കെ ഒരു ലേഖനം ആദ്യം എഴുതി. അത് കണ്ട് കുഞ്ഞുണ്ണി മാഷാണ്, കവികളിൽ വലിയ ഉണ്ണിയായ കുഞ്ഞുണ്ണി മാഷാണ് പറഞ്ഞത്, താനൊരു കാര്യം ചെയ്യാം, നാലമ്പലങ്ങളെക്കുറിച്ചൊരു പുസ്തകം എഴുതുക. അങ്ങനെ മാഷാണ് പറയുന്നത്. അപ്പം മാഷ പറയുന്നത് ഞാൻ അന്ന് ഉടനെ തന്നെ തൃപ്ര ശ്രീരാമസ്വാമി ക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം, മൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം, പായമൽ ശത്രുഘ്ന ക്ഷേത്രം ഇവിടെ പോയി. അന്ന് പായമൽ ക്ഷേത്രത്തിൻ്റെയൊക്കെ സ്ഥിതി വളരെ ശോചനീയമായിരുന്നു. അന്ന് ഞാൻ ആദ്യമായിട്ട് അവിടെ പോകുമ്പോൾ തയ്യൂർ രാമൻ നമ്പീശൻ എന്ന് പറഞ്ഞ ഒരാളുടെ നവാഹയജ്ഞം. അപ്പം ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം നവാഹയജ്ഞം നിർത്തിയിരിക്കുകയാണ്. കാരണം വക്താവ് മാത്രമല്ല, ഒരു ശ്രോതാവും കൂടി വേണം. ഒരാളെ കിട്ടാൻ വേണ്ടി അദ്ദേഹം കാത്തിരിക്കുക. അപ്പം ഞാനവിടെ ഇരുന്നു. ഉച്ചയ്ക്ക് ഊണ് വരെ അവിടെ ഇരിക്കേണ്ടി വന്നു. ആ നിലയൊക്കെ ഇപ്പം മാറി. ഈ നാലമ്പലം തീർത്ഥയാത്രയുടെ പ്രചാരം നമ്മൾ നോക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണം, ക്ഷേത്ര വളർച്ച നടന്നു. നമുക്കറിയാം, നവോത്ഥാന കാലഘട്ടത്തിൽ ആരോ പറഞ്ഞു ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും. പക്ഷേ നേരെ വിരുദ്ധമായിട്ടാണ് കാര്യം നടക്കുന്നത്. ക്ഷേത്ര പുനരുദ്ധാരണം നടക്കുന്നു, ക്ഷേത്രങ്ങളിലേക്ക് സമ്പത്ത് ഒഴുകിയെത്തുന്നു. പ്രത്യേകിച്ച് ഈ നാലമ്പല കാലത്ത്, അത് ഇവിടെ മാത്രമല്ല, മലപ്പുറം ജില്ലയിലൊക്കെ തകർന്ന് തരിപ്പണമായി കിടക്കായിരുന്നു ക്ഷേത്രം, നാലമ്പലങ്ങൾ. ഞാൻ അവിടുത്തെ ഭരതക്ഷേത്രത്തിൽ പോയത് ഫോട്ടോ എടുക്കാൻ, മാതൃഭൂമിയുടെ ഒരു ഫോട്ടോഗ്രാഫറെ ഒരു മരത്തിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടാണ് ഫോട്ടോ എടുത്തത്. ഇന്നിപ്പോൾ അവിടെയൊക്കെ പുനരുദ്ധാരണം നടക്കുന്നു. പക്ഷേ ഈ പുനരുദ്ധാരണം
നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിന് എത്രത്തോളം ഗുണകരമാകുന്നുണ്ട്. എനിക്കിത് പറയുമ്പോൾ വളരെ രസകരമായൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഒരു അധ്യാപകൻ പറഞ്ഞു, ഈ നാലമ്പലം തീർത്ഥയാത്രയൊക്കെ കച്ചവടവൽക്കരിക്കപ്പെടുന്നു, ഭക്തിയെ കച്ചവടവൽക്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സമകാലീനമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഇപ്പം ഞാൻ ഇരിഞ്ഞാലക്കുടയിൽ അധികം ഇല്ല. ഇരിഞ്ഞാലക്കുടയൊക്കെ വരുമ്പോൾ നമ്മൾ കേൾക്കുന്നത് എന്താ, കേൾക്കുന്നതൊക്കെ ശരിയാണോ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കേൾക്കുന്നത് പൈസ കൊടുത്താൽ ചില ആൾക്കാർക്ക് വളരെ സൗകര്യപൂർവ്വം ദർശനം കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുന്നു. ഇതെല്ലാം എത്രത്തോളം ശരിയാണെന്ന് ഒന്ന് ചിന്തിക്കേണ്ടതാണ്. അപ്പം ഇങ്ങനെ വല്ലവരും ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ അതിൽ നിന്ന് അവരെ പിന്മാറേണ്ടത് ഭക്തജനങ്ങൾക്ക് ഗുണകരമാണ്, ക്ഷേത്ര പുരോഗതിക്ക് അത് ഗുണകരമാണ്. പണ്ട് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് അന്ന് അതിന് നേതൃത്വം കൊടുക്കുന്ന 2 പേര് അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വാസികളൊന്നുമല്ലല്ലോ, പിന്നെ ഈ ക്ഷേത്രത്തെ പ്രവേശനത്തിന് വേണ്ടി സത്യാഗ്രഹം നടക്കുന്ന എന്തിനാണെന്ന് വെച്ചപ്പോൾ അവർ സത്യസന്ധമായി ഉത്തരം പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ച അമ്പലം ആരാധനാ കേന്ദ്രമല്ല, അധികാര കേന്ദ്രമാണ്. ഇത് നമ്മുടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാലമാണ്. കള്ളക്കർക്കടകത്തിൽ ഇപ്പോൾ ജനങ്ങൾ പല ഭാഗത്തും വീട്ടിൽ നിന്നൊക്കെ ക്ഷേത്ര ദർശനത്തിന് ഇറങ്ങണു, പണം കുമിഞ്ഞുകൊടുന്നു. ആ പണം ഭക്തജനങ്ങളുടെ സൗകര്യത്തിന് ഉപയോഗിക്കുന്നുണ്ടോ, ക്ഷേത്രത്തിൻ്റെ ഗുണപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഭക്തജനങ്ങൾ അറിയേണ്ടതല്ലേ? അല്ലെങ്കിൽ ഭക്തജനങ്ങളെ അധികാരികൾ എന്ന് പറയേണ്ടത് അറിയിക്കേണ്ടതല്ലേ? എന്തെല്ലാം സൗകര്യങ്ങളാണ് ഭക്തജനങ്ങൾക്ക് ഒരുക്കി കൊടുക്കുന്നത്? ഈ ക്ഷേത്രാരാധനയ്ക്ക് പ്രത്യേകിച്ച് പണം കൊടുത്ത് ചില ആൾക്കാർക്ക് കൊടുക്കുന്നു വെച്ചാൽ ഇവർ ഈ പറയുന്ന സോഷ്യലിസത്തിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഇത് വളരെ നമുക്ക് ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. നാലമ്പലം തീർത്ഥയാത്രയെക്കുറിച്ച് പുസ്തകം എഴുതിയ ഒരാൾ, അതിൻ്റെ പ്രചാരകൻ എന്ന് അറിയപ്പെടുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇരിഞ്ഞാലക്കുടയിൽ വരുമ്പോൾ നമ്മുടെ സുഹൃത്ത് പറഞ്ഞു, ഈ നാലമ്പലം തീർത്ഥയാത്രക്കാലത്ത് താങ്കളുടെ ഒരു ബൈറ്റ് വേണമെന്ന് പറയുമ്പോൾ ഒരേ സമയം വളരെ ആഹ്ലാദകരവും സങ്കടകരവുമായിട്ടുള്ള അനുഭവങ്ങളാണ് സമൂഹത്തിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി നാലമ്പലം തീർത്ഥയാത്ര കർക്കിടക മാസം ഭക്തി സംവർദ്ധകവും മുക്തിപ്രദവുമായി തീരണം. സാക്ഷാത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ അധ്യാത്മ രാമായണത്തിൽ എഴുതിയിട്ടുള്ളതാണ്. രാമായണ പാരായണം എന്തിനാണ്, അതിനോടൊപ്പമുള്ള നാലമ്പല ദർശനം എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ഭക്തി മുക്തി സിദ്ധിപ്രദമാണെന്നാണ് പറയേണ്ടത്. അപ്പം അതിന് സഹായകരമായ കാര്യങ്ങൾ ക്ഷേത്രം ഭരിക്കുന്ന ആൾക്കാരിൽ നിന്നും ഭക്തജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിനനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയട്ടെ ഈ നാലമ്പലം തീർത്ഥയാത്രയുടെ ആരംഭകാലത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.